Theorem 2.8. Let G be a connected graph, then G is a tree if and only if every edge of G is a bridge. That is, if and only if for every edge E of G, the subgraph G minus E has two components. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ജി എന്താണ്, ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ദെൻ ജി ഈസ് എ ട്രീ, ജി ഒരു ട്രീ ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി എഡ്ജ് ഓഫ് ജി ഇസ് എ ബ്രിഡ്ജ്. ഓക്കെ, സോ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജി ഇസ് എ ട്രീ, ജി തന്നിട്ടുള്ളത് ജി കണക്റ്റഡ് ഗ്രാഫ് ആണെന്നാണ്. ഇനി ഈ കണക്റ്റഡ് ഗ്രാഫ് ജി ഒരു ട്രീ ആവണമെങ്കിൽ എവറി എഡ്ജ് ഓഫ് ജി എന്താവണം, ബ്രിഡ്ജ് ആവണം. അതേപോലെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തിരിച്ചും പറയാം, ഒരു കണക്റ്റഡ് ഗ്രാഫ് ജിയിലെ എവറി എഡ്ജ് ബ്രിഡ്ജ് ആയിട്ടുണ്ടെങ്കിൽ, അതിലുള്ള എല്ലാ എഡ്ജും ബ്രിഡ്ജ് ആയിട്ടുണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഗ്രാഫ് ജി എന്താവും, ഒരു ട്രീ ആവും. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവറി എഡ്ജ് ഇ ഓഫ് ജി ദ സബ് ഗ്രാഫ് ജി മൈനസ് ഇ ഹാസ് ടു കമ്പോണൻസ്. അത് ഒരു എഡ്ജ് ഇ, ഇതിലുള്ള എല്ലാ എഡ്ജ് ഇയും ബ്രിഡ്ജ് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഏതൊരു എഡ്ജ് ഇ എടുത്തിട്ടുണ്ടെങ്കിലും അതൊരു ബ്രിഡ്ജ് ആണെങ്കിൽ ജി മൈനസ് ഇയിൽ എന്തുണ്ടാവും, ടു കമ്പോണൻസ് ഉണ്ടാവും, കാരണം ഇ എന്താണ്, ബ്രിഡ്ജാണ്. ഓക്കെ, സോ നമുക്ക് പ്രൂഫ് നോക്കാം. ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് വി സപ്പോസ് ദാറ്റ് ജി ഈസ് എ ട്രീ, then we show that every edge E of G is a bridge. Okay, so we suppose that G is a tree, then G is acyclic. ഓക്കെ, സോ ജി ട്രീ ആണ്. ജി ട്രീ ആണെങ്കിൽ എന്താണ് ഡെഫിനിഷൻ, ട്രീൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ജി എന്താണ്, അസൈക്ലിക് ആണ്. അസൈക്ലിക് മീൻസ് ഇറ്റ് ഹാസ് നോ സൈക്കിൾസ് ആൻഡ് സോ നോ എഡ്ജ് ഓഫ് ജി ബിലോങ്സ് ടു എ സൈക്കിൾ. അതായത് ഓക്കെ, സോ ഈ ജി എന്ന ഗ്രാഫിൽ സൈക്കിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ജിയിലുള്ള ഏതൊരു എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിലും ഇറ്റ് വിൽ നോട്ട് ബിലോങ് ടു എ സൈക്കിൾ. കാരണം എന്താണ്, അതിൽ സൈക്കിൾസ് ഒന്നും ഇല്ല. സോ ഇതിലുള്ള ഏതൊരു എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിലും ഇറ്റ് വിൽ നോട്ട് ബിലോങ് ടു എ cycle. In other words, if E is any edge of G, then by theorem 2.7 it is a bridge as required. So ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് ഇ എന്ന് പറയുന്നത് ഇതിലുള്ള ഏതെങ്കിലും ഒരു എഡ്ജ് ആണെങ്കിൽ, ഇഫ് ഇ ഈസ് എനി എഡ്ജ് ഓഫ് ജി ദെൻ ഇറ്റ് വിൽ നോട്ട് ബിലോങ് ടു എനി സൈക്കിൾ. അതെന്ത് ചെയ്യുന്നില്ല, ഈ ജി എന്ന ഗ്രാഫ് അസൈക്ലിക് ആയതുകൊണ്ട് അതിൽ സൈക്കിൾസ് ഒന്നുമില്ല. സോ ഈ അതിലുള്ള ഏതൊരു എഡ്ജ് ഇ എടുത്തിട്ടുണ്ടെങ്കിലും അതെന്ത് ചെയ്യില്ല, ഇറ്റ് വിൽ നോട്ട് ബിലോങ് ടു എനി സൈക്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിയറം 2.7 വെച്ചിട്ട് എന്ത് പറയാം, ഇതിലുള്ള ഏതൊരു എഡ്ജും എന്തായിരിക്കും, ഒരു ബ്രിഡ്ജ് ആയിരിക്കും എന്ന് പറയാം. തിയറം 2.7 എന്തായിരുന്നു? തിയറം 2.7 പറയുന്നത് an edge E of a graph G is a bridge if and only if E is not part of any cycle in G. നമ്മളൊരു ഗ്രാഫ് ജി, അതിലുള്ള ഒരു എഡ്ജ് ഇ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്രിഡ്ജ് ആണെങ്കിൽ, ഈ എഡ്ജ് ഇ ഒരു ബ്രിഡ്ജ് ആവണമെങ്കിൽ എന്താവണം, ഇറ്റ് ഷുഡ് നോട്ട് ബി പാർട്ട് ഓഫ് എനി സൈക്കിൾ ഇൻ ജി. അതെന്താവരുത്, ജിയിലുള്ള ഒരു സൈക്കിളിലും ഇൻക്ലൂഡ് ചെയ്യരുത്. ഈ എഡ്ജ് അതിലുള്ള ഒരു സൈക്കിളിലും ഇൻക്ലൂഡ് ചെയ്യപ്പെടരുത്. ഇവിടെ ഗ്രാഫ് ജി എന്താണ്, ട്രീ ആണ്. സോ ഇറ്റ് ഈസ് അസൈക്ലിക്, അതായത് ഇതിൽ സൈക്കിൾസ് ഒന്നുമില്ല. സോ ഈ ഗ്രാഫിലെ ഏതൊരു എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിലും അതെന്ത് ചെയ്യില്ല, ഇറ്റ് വിൽ നോട്ട് ബിലോങ് ടു എനി സൈക്കിൾ. അതൊരു സൈക്കിളിനും ബിലോങ് ചെയ്യില്ല, കാരണം അതിലെന്താണ്, സൈക്കിൾ ഇല്ല. സോ ഇതിലുള്ള ഏതൊരു എഡ്ജ് ഇ എടുത്തിട്ടുണ്ടെങ്കിലും ഇറ്റ് വിൽ നോട്ട് ബിലോങ് ടു എനി സൈക്കിൾ ആയതുകൊണ്ട് ഇതിലുള്ള എല്ലാ എഡ്ജ് ഇയും നമുക്ക് എന്ത് പറയാം, തിയറം 2.7 ഉപയോഗിച്ചിട്ട് എ ബ്രിഡ്ജ് ആണെന്ന് പറയാം. സോ ഫസ്റ്റ് നമ്മൾ ജി ഒരു ട്രീ ആണെന്ന് കൺസിഡർ ചെയ്തപ്പോൾ ആ ഗ്രാഫ് ജിയിലുള്ള എല്ലാ എഡ്ജും എന്താണ്, ഒരു ബ്രിഡ്ജ് ആണ് എന്ന് കിട്ടി. ഓക്കെ, ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. ജി ഒരു കണക്റ്റഡ് ഗ്രാഫാണ് ആൻഡ് എവറി എഡ്ജ് ഇ ഓഫ് ജി ഈസ് എ ബ്രിഡ്ജ്. ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് ജി ഈസ് എ ട്രീ. സോ ഇവിടെ ജി കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ദെൻ ജി ട്രീ ആണ് എന്ന് കാണിക്കണമെങ്കിൽ എന്തുകൂടി കാണിച്ചാൽ മതി, ജി അസൈക്ലിക് ആണ് എന്നുകൂടി കാണിച്ചാൽ മതി. ഓക്കെ, സോ ഇവിടെ നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ളത് എന്താണ്, എവറി എഡ്ജ് ഇ ഓഫ് ജി ഇസ് എ ബ്രിഡ്ജ്. ജിയിലുള്ള ഏതൊരു എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലുള്ള എല്ലാ എഡ്ജും എന്താണ്, ഒരു ബ്രിഡ്ജാണ് എന്നാണ് സപ്പോസ് ചെയ്തിട്ടുള്ളത്. ദെൻ ജി ക്യാൻ ഹാവ് നോ സൈക്കിൾ സിൻസ് എനി എഡ്ജ് ബിലോങ്ങിങ് ടു എ സൈക്കിൾ ഈസ് നോട്ട് എ ബ്രിഡ്ജ് ബൈ തിയറം 2.7. സോ ഇവിടെ നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ളത് എവറി എഡ്ജ് ഇ ഓഫ് ജി ഇസ് എ ബ്രിഡ്ജ് എന്നാണ്. ഈ ഗ്രാഫ് ജിയിലെ എല്ലാ എഡ്ജ് ഇയും എന്താണ്, ഒരു ബ്രിഡ്ജ് ആണ് എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ളത്. തിയറം 2.7 എന്താ പറയുന്നത്, ഒരു എഡ്ജ് ഇ ഓഫ് എ ഗ്രാഫ് ജി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ബ്രിഡ്ജ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി പാർട്ട് ഓഫ് എനി സൈക്കിൾ ഇൻ ജി. ഈ ജിയിലുള്ള ഒരു സൈക്കിളിൻ്റെയും ഒരു പാർട്ടായിട്ട് ഈ എഡ്ജ് ഇ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഇ എന്ന് പറയുന്ന എഡ്ജ്, ഈ ഗ്രാഫിലുള്ള എല്ലാ എഡ്ജും എന്താണ്, ബ്രിഡ്ജ് ആയതുകൊണ്ട് എല്ലാ എഡ്ജുകളും
ഇതിലുള്ള ഏതൊരു എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിലും അതെന്താവില്ല ഒരു സൈക്കിളിൻ്റെ പാർട്ടായിട്ട് വരില്ല. സോ ഈ ഗ്രാഫിലെ എല്ലാ എഡ്ജും എന്താണ് ഈ ഗ്രാഫിൻ്റെ ഒരു എഡ്ജും എന്താവുന്നില്ല ഒരു സൈക്കിളിൻ്റെ പാർട്ടായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിൽ എന്തില്ല, ഇറ്റ് ഹാസ് നോ സൈക്കിൾസ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഗ്രാഫിൽ അതിലൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ, ആ ഗ്രാഫ് ജിയിൽ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഈ ഗ്രാഫിലെ ഏതെങ്കിലും ഒരു എഡ്ജ് ആ സൈക്കിളിൻ്റെ പാർട്ടായിട്ട് വരണം. പക്ഷേ ഈ ഗ്രാഫിലെ ഏതൊരു എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എഡ്ജും എന്താവില്ല ഒരു സൈക്കിളിൻ്റെ പാർട്ടായിട്ട് വരില്ല. കാരണം എന്താണ്, അതിലുള്ള എല്ലാ എഡ്ജും ഒരു ബ്രിഡ്ജാണ്. സോ തിയറം 2.7 വെച്ചിട്ട് അതെന്താവില്ല, ഇറ്റ് വിൽ നോട്ട് ബി പാർട്ട് ഓഫ് എനി സൈക്കിൾ. അങ്ങനെ അതിലുള്ള ഒരു എഡ്ജും ഒരു സൈക്കിളിൻ്റെ പാർട്ടായിട്ട് വരുന്നില്ല എങ്കിൽ എന്താണ് എൻ്റെ അർത്ഥം, ഇറ്റ് ഹാസ് നോ സൈക്കിൾസ് എന്നാണ്. എ ഗ്രാഫ് ജി ഹാസ് നോ സൈക്കിൾസ്. ഹെൻസ് G എന്താണ്, കണക്റ്റഡ് ആണ്. ആൻഡ് സോ G has no cycles, that is G is acyclic, so G is a tree. Next, theorem 2.9. Let G be a graph with n vertices and q edges, and let omega of G denote the number of connected components of G. Then G has at least n minus omega of G edges, that is Q greater than or equal to n minus omega of G. ഓക്കെ, ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, പ്രൂഫ് ഇല്ല. സോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ജി ഒരു ഗ്രാഫ്, ഇറ്റ് ഹാസ് എൻ വെർട്ടിസസ് ആൻഡ് ക്യൂ എഡ്ജസ്, എൻ വെർട്ടിസസും ക്യൂ എഡ്ജസും ഉള്ള ഒരു ഗ്രാഫാണ് ജി. ആൻഡ് ഇറ്റ് ഹാസ് ഒമേഗ ഓഫ് ജി, നമ്പർ ഓഫ് കമ്പോണൻസ്, അതൊരു കണക്റ്റഡ് കമ്പോണൻസിൻ്റെ എണ്ണം എന്താണ്, ഒമേഗ ഓഫ് ജി ആണെങ്കിൽ then this graph G has at least n minus omega of G edges. n വെർട്ടിസസും ഒമേഗ ഓഫ് ജി അതിലുള്ള നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസിൻ്റെ എണ്ണവുമാണെങ്കിൽ ഈ ഗ്രാഫിൽ അറ്റ്ലീസ്റ്റ് n മൈനസ് ഒമേഗ ഓഫ് ജി എഡ്ജസ് ആണ് ഉണ്ടാവുക. സോ ക്യൂ എഡ്ജസ് ആയിട്ടാണ് നമ്മൾ എടുത്താൽ ക്യൂ എന്താവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് ഒമേഗ ഓഫ് ജി. അറ്റ്ലീസ്റ്റ് n മൈനസ് ഒമേഗ ഓഫ് ജി ആണ്. സോ ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് ഒമേഗ ഓഫ് ജി. Corollary 2.10. A connected graph G with n vertices has at least n minus 1 edges. ഓക്കെ, സോ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി ഒരു കണക്റ്റഡ് ഗ്രാഫാണ് ആൻഡ് ഇറ്റ് ഹാസ് n വെർട്ടിസസ്. അതിന് n വെർട്ടിസസ് ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഹാസ് അറ്റ് ലീസ്റ്റ് n മൈനസ് 1 എഡ്ജസ്. അതിന് അറ്റ് ലീസ്റ്റ് n മൈനസ് 1 എഡ്ജസ് ഉണ്ട്. സോ ഇൻ അതർ വേർഡ്സ്, എ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ആൻഡ് ലെസ് ദാൻ n മൈനസ് 1 എഡ്ജസ് കനോട്ട് ബി കണക്റ്റഡ്. ഓക്കെ, ഇതിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളോട് പറഞ്ഞ എന്താണ്, ഒരു കണക്റ്റഡ് ഗ്രാഫ് n വെർട്ടിസസ് ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫിന് അറ്റ്ലീസ്റ്റ് n മൈനസ് 1 എഡ്ജസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ വി ഹാവ് എ ഗ്രാഫ്, നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, n വെർട്ടിസസ് ഉണ്ട്, അതിന് n മൈനസ് 1നേക്കാളും കുറവ് എഡ്ജ് ആണെങ്കിൽ, ലെസ് ദാൻ n മൈനസ് 1 എഡ്ജസ് ആണെങ്കിൽ അതെന്താവില്ല, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി എ കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, സോ ഒരു കണക്റ്റഡ് ഗ്രാഫ് n വെർട്ടിസസ് ഉള്ള കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് n മൈനസ് 1 എഡ്ജസ് ഉണ്ടാവും. ഇനി ഒരു ഗ്രാഫ് n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫിന് n മൈനസ് 1നേക്കാൾ കുറവ് എഡ്ജസ് ആണെങ്കിൽ ആ ഗ്രാഫ് എന്താവില്ല, ഇറ്റ് വിൽ നോട്ട് ബി കണക്റ്റഡ്. പ്രൂഫ്, ജി കണക്റ്റഡ് ആണെങ്കിൽ ഒമേഗ ഓഫ് ജി, നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ് എന്താവും, ഒമേഗ ഓഫ് ജി 1 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് തിയറത്തിൽ പറഞ്ഞിരുന്നു ഒരു ഗ്രാഫ് ജി വിത്ത് n വെർട്ടിസസ് ആൻഡ് ഒമേഗ ഓഫ് ജി കമ്പോണൻസും ആണ് അതിനുള്ളതെങ്കിൽ, നമ്പർ ഓഫ് കമ്പോണൻസും ഒമേഗ ഓഫ് ജിയും ആണെങ്കിൽ അതിന് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് n മൈനസ് ഒമേഗ ഓഫ് ജി കമ്പോണൻസ് ആണ് എന്ന് പറഞ്ഞിരുന്നു. സോ ഇവിടെ ജി എന്ന ഗ്രാഫ് അതിന് n വെർട്ടിസസ് ആണ്. അങ്ങനെയാണെങ്കിൽ this graph G has this graph G has at least n minus omega of G, n minus omega of G edges വേണം. ഇവിടെ G ഒരു കണക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് ഒമേഗ ഓഫ് G 1 ആവും. സോ ദിസ് ഗ്രാഫ് G has n minus 1, at least n minus 1 edges. Next theorem 2.11. Let G be a graph with n vertices, then the following statements are equivalent. First one, G is a tree. Second one, G is an acyclic graph with n minus 1 edges. And third one, G is a connected graph with n minus 1 edges. നമുക്ക് തിയറത്തിൻ്റെ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ഇക്വിവാലൻ്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മളിത് കാണിക്കുന്നത് ഫസ്റ്റ് 1 ഇംപ്ലൈസ് 2 കാണിക്കും, ദെൻ 2 ഇംപ്ലൈസ് 3 ആൻഡ് ദെൻ ലാസ്റ്റ് 3 ഇംപ്ലൈസ് 1 അങ്ങനെയാണ് കാണിക്കുക. സോ ഇങ്ങനെ ആകുമ്പോൾ എന്താണ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇക്വിവാലൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, ആദ്യം 1 ഇംപ്ലൈസ് 2 കാണിക്കുകയാണ്. സോ 1 ഇംപ്ലൈസ് 2ൽ എന്താണ് പറയുന്നത്, ജി ഇസ് എ ട്രീ, ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് ജി ഇസ് എൻ അസൈക്ലിക് ഗ്രാഫ് വിത്ത് n മൈനസ് 1 എഡ്ജസ്.
ഡയറക്റ്റ് ആണ് അല്ലേ. ജി എന്താണ്, ഒരു ട്രീ ആണ്. ദെൻ ജി ഈസ് എ സൈക്ലിക്. കാരണം ട്രീൻ്റെ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്, അതൊരു കണക്റ്റഡ് ഗ്രാഫ്, കണക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിനെയാണ് നമ്മൾ ട്രീ എന്ന് പറയുന്നത്. സോ ജി ട്രീ ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ ഓഫ് ട്രീ ജി ഈസ് ആൻ അസൈക്ലിക് ഗ്രാഫ്. ഇനി നമ്മൾ പറഞ്ഞു n വെർട്ടിസസ് ഉള്ള ഒരു ട്രീ, ടി ബി എ ട്രീ, ഇഫ് ടി ഈസ് എ ട്രീ വിത്ത് n വെർട്ടിസസ് ദെൻ ഇറ്റ് ഹാസ് പ്രിസൈസ്ലി n-1 എഡ്ജസ്. നമ്മൾ പഠിച്ച തിയറാണ് തിയറം 2.4. സോ ഇവിടെ ജി എന്താണ്, ഒരു ട്രീ ആണ് ആൻഡ് ഇറ്റ് ഹാസ് n വെർട്ടിസസ്, then this G has precisely n-1 edges. So first നമ്മൾ G ഒരു ട്രീ ആണ് എന്ന് എടുത്തപ്പോൾ നമുക്ക് എന്ത് we showed that G is acyclic and it has n-1 edges. ഡയറക്റ്റ് ആയിരുന്നു. സെക്കൻഡ് നമ്മൾ കാണിക്കുന്നത് 2 implies 3 ആണ്. സോ 2ൽ എന്താ പറയുന്നത്, G is an acyclic graph with n-1 edges. Then we have to show that G is a connected graph with n-1 edges. Okay. So G acyclic graph with n-1 edge ആണെങ്കിൽ G എന്താണ്, connected graph with n-1 edges. So n-1 edges രണ്ട് കേസിലും n-1 edges തന്നെയാണ്. സോ അവിടെ നമുക്കൊന്നും കാണിക്കേണ്ട, ഇവിടെ എന്ത് കാണിച്ചാൽ മതി, G acyclic graph ആണെങ്കിൽ we have to show that G is a connected graph. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്തു, അസ്യൂം ദാറ്റ് ജി ഈസ് ആൻ അസൈക്ലിക് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ്. ഓക്കെ, ജി എന്താണ്, ഒരു അസൈക്ലിക് ഗ്രാഫാണ് ആൻഡ് ഇറ്റ് ഹാസ് n-1 എഡ്ജസ്. നമുക്ക് എന്ത് കാണിക്കണം, ജി കണക്റ്റഡ് ആണെന്ന് കാണിക്കണം. സോ നമ്മൾ ഒമേഗ ഓഫ് ജി denote the number of connected components of G. Okay, G എന്താണ്, അസൈക്ലിക് ഗ്രാഫാണ്, n-1 എഡ്ജസ് ഉണ്ട്. നൗ വി ഹാവ് ടു ഷോ ദാറ്റ് ജി ഈസ് കണക്റ്റഡ്. സോ കണക്റ്റഡ് ആണ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒമേഗ ഓഫ് ജീനെ, ജീൻ്റെ കണക്റ്റഡ് കമ്പോണൻസിൻ്റെ എൻ ആയിട്ട് ഒമേഗ ഓഫ് ജീനെ എടുത്തു. ദെൻ ബൈ തിയറം 2.5 ജി ഹാസ് n-omega ഓഫ് ജി എഡ്ജസ്. തിയറം 2.5 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിൽ പറയുന്നത് ലെറ്റ് ജി ബി ആൻ അസൈക്ലിക് ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് ആൻഡ് k കണക്റ്റഡ് കമ്പോണൻസ്, that is omega of G equal to K, then G has n-k edges. അപ്പോൾ 2.5 തിയറം 2.5ൽ പറയുന്നത് G ഒരു n വെർട്ടിസസ് ഉള്ള അസൈക്ലിക് ഗ്രാഫാണ് ആൻഡ് ഒമേഗ ഓഫ് G K ആണ്. അതായത് അതിന് K കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ then G has n-k edges ആണ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് എന്താണ്, ജി ഒരു ഗ്രാഫ് വിത്ത് n വെർട്ടിസസ്, ജി എന്താണ്, അസൈക്ലിക് ആണ്. അതിന് എത്ര എഡ്ജസ് ഉള്ളത്, n-1 എഡ്ജസ് ആണ് ഉള്ളത് ആൻഡ് ഇതിലെ നമ്പർ ഓഫ് കമ്പോണൻസ് ആണ് ഒമേഗ ഓഫ് ജി എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നമ്മളെ തിയറം, ഈ തിയറം എന്ത് ചെയ്യാം, ഈ ഗ്രാഫ് ജിയിൽ നമുക്ക് ഈ ഗ്രാഫ് ജിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഈ ഗ്രാഫ് ജിയിൽ പറയുന്നത് ജി അസൈക്ലിക്കും n വെർട്ടിസസും ആണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എന്താണ്, n-k, വേർ k ഈസ് ഒമേഗ ഓഫ് ജി. സോ ഈ ഗ്രാഫ് ജിയിൽ n-omega ഓഫ് ജി എഡ്ജസ് ആണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് എന്താണ്, ജി ഈസ് ആൻ അസൈക്ലിക് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് എന്നാണ്. പക്ഷെ നമ്മളെ തിയറത്തിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്, ഇറ്റ് ഹാസ് n-omega ഓഫ് ജി എഡ്ജസ്. സോ എഡ്ജസ് സെയിം ആവണം അല്ലേ, ദാറ്റ് ഈസ് n-1. ദിസ് n-omega ഓഫ് ജി ഈക്വൽ ടു n-1, കാരണം എഡ്ജസ് ആണ്, രണ്ടും എന്താണ്, എഡ്ജസിൻ്റെ എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ n-omega ഓഫ് ജി ഈക്വൽ ടു n-1, ദാറ്റ് ഈസ് ഒമേഗ ഓഫ് ജി ഈക്വൽ ടു 1. ഒമേഗ ഓഫ് ജി എന്താണ്, നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ് ഓഫ് ദ ഗ്രാഫ് ജി ആണ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഗ്രാഫ് ജി കണക്റ്റഡ് ആണ്. സോ നമ്മൾ ജി ഒരു അസൈക്ലിക് ഗ്രാഫ് വിത്ത് n-1 എഡ്ജസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് കിട്ടി വിത്ത് n-1 എഡ്ജസ്. ഇനി ലാസ്റ്റ് കാണിക്കുന്നത് 3 implies 2 ആണ്. 3 implies 2 ആണ്. അതായത് G is a connected graph with n-1 edges, then we have to show that G is a tree. So we first suppose that G is a connected graph and it has n-1 edges. Assume that G is a connected graph with n-1 edges. We have to show that G is a tree. So G ഒരു ട്രീ ആണെങ്കിൽ ട്രീൻ്റെ ഡെഫിനിഷൻ എന്താണ്, കണക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. കണക്റ്റഡ് ഗ്രാഫ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ട്രീ ആണെന്ന് കാണിക്കാൻ ഇനി എന്തുകൂടി ചെയ്താൽ മതി, ജി അസൈക്ലിക് ആണെന്ന് കൂടി കാണിച്ചാൽ മതി. സോ നമ്മളിത് ചെയ്യുന്നത് വി ഡു ദിസ് ബൈ കോൺട്രഡിക്ഷൻ. Thus assume that G is not cyclic. Then G contains a cycle and every edge of this cycle cannot be abridged by theorem 2.7. Okay.
നമ്മൾ സപ്പോസ് ചെയ്തത് ജി ഈസ് നോട്ട് അസൈക്ലിക് എന്നാണ്. സോ ജി അസൈക്ലിക് അല്ലാത്തത് കൊണ്ട് തന്നെ ജിയിൽ എന്തുണ്ടാവും, സൈക്കിൾ ഉണ്ടാവും. സോ ജി കണ്ടെയ്ൻസ് എ സൈക്കിൾ, ജിയിൽ ഒരു സൈക്കിൾ ഉണ്ട് എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിളിലുള്ള ഒരു എഡ്ജും എവറി എഡ്ജ് ഓഫ് ദിസ് സൈക്കിൾ കനോട്ട് ബി എ ബ്രിഡ്ജ്. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിളിലുള്ള ഒരു എഡ്ജും എന്താവാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി എ ബ്രിഡ്ജ് ബൈ തിയറം 2.7 അല്ലേ. തിയറം 2.7 എന്താ പറഞ്ഞിരുന്നത്, ഒരു ഗ്രാഫ് ജി, അതിലൊരു എഡ്ജ് ഇ, ആൻഡ് ഈ എഡ്ജ് ഒരു ബ്രിഡ്ജ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് എനി സൈക്കിൾ എന്നാണ് പറഞ്ഞിട്ട്. സോ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട്, ആ സൈക്കിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള എഡ്ജുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഡ്ജുകൾ ഒന്നും തന്നെ എന്താവില്ല, ഇറ്റ് കനോട്ട് ബി എ ബ്രിഡ്ജ് ബൈ തിയറം 2.7. സോ വി ചൂസ് സച്ച് ആൻ എഡ്ജ്. നമ്മൾ അങ്ങനെ ഒരു എഡ്ജ് ഇനെ ചൂസ് ചെയ്തു. സോ ഈ എഡ്ജ് ഇ ജിയിലുള്ള ഒരു സൈക്കിൾ ഉണ്ട്, ജിയിലൊരു സൈക്കിൾ സി ഉണ്ടെങ്കിൽ ആ സൈക്കിളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് ഇ, ആൻഡ് ഈ എഡ്ജ് ഇ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ ബ്രിഡ്ജ്. തിയറം 2.7 പ്രകാരം ഈ എഡ്ജ് ഇ എന്തല്ല, ബ്രിഡ്ജ് അല്ല. ദെൻ സിൻസ് ഇ ഈസ് നോട്ട് എ ബ്രിഡ്ജ്, ജി മൈനസ് ഇ ഈസ് സ്റ്റിൽ കണക്റ്റഡ്. ഈ ബ്രിഡ്ജ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ജി മൈനസ് ഇ എന്ന് പറയുന്ന സബ് ഗ്രാഫ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താവും, കണക്റ്റഡ് ആവും. കാരണം ഇത് കണക്റ്റഡ് അല്ലെങ്കിൽ ഇത് ഡിസ്കണക്റ്റഡ് ആവണമെങ്കിൽ ഈ എന്താവണം, ബ്രിഡ്ജ് ആവണം അല്ലേ. അതിന് രണ്ട് കമ്പോണൻസ് ആക്കണമെങ്കിൽ ഈ ബ്രിഡ്ജ് ആവണം. പക്ഷേ ഇവിടെ ഈ എന്തല്ല, ബ്രിഡ്ജ് അല്ല. സോ ജി മൈനസ് ഇ എന്താവും, ഇറ്റ് വിൽ സ്റ്റിൽ ബി കണക്റ്റഡ്. സോ നമുക്ക് എന്താണ്, ജെ മൈനസ് ഇ എന്താണ്, ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് ജി ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണ് ആൻഡ് ഇറ്റ് ഹാസ് n-1 എഡ്ജസ് എന്നാണ്. ഓക്കെ, ജി ഹാസ് n-1 എഡ്ജസ്. അങ്ങനെയാണെങ്കിൽ ജി മൈനസ് ഇയിൽ എത്ര എഡ്ജസ് ഉണ്ടാവും, ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്നും ഒരു എഡ്ജിനെ ഡിലീറ്റ് ചെയ്തതാണ് ജി മൈനസ് ഇ. സോ ജി മൈനസ് ഇയിൽ ജിയിൽ n-1 ആയതുകൊണ്ട് n-1 ദാറ്റ് ഈസ് n-2 എഡ്ജസ് ആണ് ഉണ്ടാവുക. So G minus E has n vertices and n-2 edges and G minus E എന്താണ്, ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. സോ G minus E ഒരു കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n-2 എഡ്ജസ്, n-2 എഡ്ജസ് ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫാണ് നമുക്ക് എന്ത് കിട്ടിയത്, ജി മൈനസ് ഇ എന്ന് കിട്ടി. പക്ഷേ ദിസ് ഈസ് ഇമ്പോസിബിൾ ബൈ ദ എബവ് കൊറോളറി. ലാസ്റ്റ് കൊറോളറി എന്തായിരുന്നു, കൊറോളറിയിൽ നമ്മൾ പറഞ്ഞിരുന്നു എ ഗ്രാഫ് വിത്ത് n vertices ആൻഡ് ലെസ് ദാൻ n-1 എഡ്ജസ് കനോട്ട് ബി കണക്റ്റഡ്. സോ ഇവിടെ നമ്മൾ കണ്ട ജെ മൈനസ് ഇ എന്തായിരുന്നു, അതിന് n vertices ആയിരുന്നു ആൻഡ് ഇറ്റ് ഹാസ് n-2 എഡ്ജസ്. സോ അതായത് അതിന് ലെസ് ദാൻ n-1 എഡ്ജസ് ആണ് അല്ലേ. സോ ജി മൈനസ് ഇ n vertices ആയിരുന്നു, നമ്മൾ കണ്ടു അവിടെ n-2 എഡ്ജസ് ആണ് ആ ജി മൈനസ് ഇ എന്ന് പറയുന്ന ഗ്രാഫിന് വന്നത്. പക്ഷേ ഒരു കണക്റ്റഡ് ഗ്രാഫിനും ലെസ് ദാൻ n-1 എഡ്ജസ് വരില്ല. സോ ഇവിടെ എന്താണ്, n-2 ഈസ് ലെസ് ദാൻ n-1. സോ ഇവിടെ ജി മൈനസ് ഇ എന്താണ്, ഒരു കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് ഇറ്റ് ഹാസ് ലെസ് ദാൻ n-1 എഡ്ജസ് എന്നാണ് നമുക്ക് അവിടെ കിട്ടിയത്, വിച്ച് ഈസ് ഇമ്പോസിബിൾ. So this is impossible. Thus the contradiction has arisen from our assumption that G is not acyclic. നമ്മൾ G acyclic അല്ല എന്നെടുത്തതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ വന്നത് and hence G is acyclic. So G എന്താണ്, കണക്റ്റഡ് ആണ് and it is acyclic and hence it is a tree.